ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൂന്തൽ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കൂന്തൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് കായമാണ്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ബീഫ് മസാല, മീറ്റ് ഉള്ളത് മസാല എടുത്തിട്ടുണ്ട് ഈസ്റ്റേൻ്റെ. അപ്പോൾ നന്നായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അതിനുശേഷം കുറച്ച് പെരിഞ്ജീരകം, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് മിക്സ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കൂന്തലെല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തു. അതിനുശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെച്ച് കഴിയുമ്പോൾ അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ജ്യൂസി ആയിട്ട് വരും. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ എടുത്തിട്ട് അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തു. ഇട്ടിട്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച് കണവയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് അങ്ങനെ ഓരോ കണവ പീസസായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് എന്താ അരിപ്പൊടി ഇട്ടുകൊണ്ട് നല്ല ക്രിസ്പിനെസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഓൾറെഡി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കണവ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല മണമാണ്, ബട്ടറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളി മണമാണ്. അപ്പോൾ നമ്മുടെ കണവയൊക്കെ നല്ല സെറ്റായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു ചട്ടി വന്നിച്ച് നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് ഒരുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം ഇപ്പോൾ നല്ല മണമാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം വറുത്തതിന് ശേഷം കുറച്ചും കൂടെ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി നല്ലതാണ്. അപ്പം നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.